വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നതാണ്. സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പള്ളിക്കത്തോടുള്ള മുണ്ടേപ്പറമ്പിൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സാർ ഈ ഒരു പെൻസിൽ ബോക്സ് ആദ്യമേ സെലക്ട് ചെയ്തായിരുന്നു, ഇത് മതി എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ വേറൊരു പെൻസിൽ ബോക്സാണ് ലാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ഈ പെൻസിലും അതുപോലെ തന്നെ ഷാർപ്നറിൻ്റെ ഒക്കെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ബാഗ് വേണമായിരുന്നു, അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി ബാഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാത്തിനും തന്നെ ഓഫർ റേറ്റിലുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പുകളുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അത് ഫാൻസി ഉണ്ട്, അല്ലാണ്ട് തന്നെ കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹാൻഡ് ബാഗ്സും ഉണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബാഗും ചെരുപ്പും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ബാഗും ട്രോളി ബാഗും ഒക്കെ സാറയ്ക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ ബാഗൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ലാപ്ടോപ്പ് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലിജോയും ജോക്കൂട്ടറും ഒക്കെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ട്രോളി ബാഗ് കണ്ടപ്പോൾ സാറയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സ്പൈഡർമാനെ കണ്ടിട്ടാണ് കൂടുതലും ഇഷ്ടമായത്. അങ്ങനെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ സ്കൂളിലോട്ടുള്ളതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഉച്ചയായ സമയം, അപ്പോൾ എല്ലാവർക്കും വിശക്കുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം സാറയുടെയും ജോക്കുട്ടൻ്റെയും അന്നമോളുടെയൊക്കെ നമ്മൾ ബുക്സ് സ്കൂളിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ 3 പേരുടെ 3 സെറ്റ് ബുക്കൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നല്ല അടിപൊളി മഴയായിരുന്നു. അത് കേരളത്തിൽ മൊത്തം മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു സ്കൂൾ തുറക്കുന്നതൊക്കെ മാറ്റി വയ്ക്കുമായിരിക്കും, ഒരാഴ്ചയൊക്കെ നീളുമായിരിക്കും എന്ന്. അതിനു മുമ്പ് മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് സ്കൂളിലത്തെ അവധിയൊക്കെ മാറ്റി കറക്റ്റ് ദിവസം തന്നെ ഇവിടെ സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ബബിൾസ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിലും പിള്ളേർക്ക് മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പാലായിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളം പൊങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ പ്രാവശ്യം ഉണ്ടായില്ല. അപ്പോൾ ബുക്സൊക്കെ മേടിച്ചത് അങ്ങ് പൊതിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് പൊതിയുന്നത്. എനിക്ക് ബുക്കൊക്കെ ഇങ്ങനെ പൊതിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 3 പേരുടെയും ബുക്ക് ഇതുപോലെ എല്ലാം പൊതിഞ്ഞ് വെച്ചു. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു സൺഡേയും കൂടി ഇരുന്നിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് വെച്ചത്. കാരണം ഷോപ്പിൽ പോകുന്നതുകൊണ്ട് മൊത്തത്തിൽ ഒരു ദിവസം തന്നെ തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നേ. ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ സാറിനെ ചേർക്കുന്നൊരു ദിവസമായിരുന്നു. സാർ ആദ്യമായിട്ടാണ് 1ാം ക്ലാസ്സിൽ പോകുന്നത്. സൺഡേ ക്ലാസ്സിൽ ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഡ്രസ് കോഡൊക്കെ ഇട്ട് പോകണം എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രീം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുതിയൊരു ഡ്രസ്സാണ്. ഇത് ആമസോണിൽ നിന്ന് അമ്മച്ചി വാങ്ങിച്ചു കൊടുത്താണ്. അമ്മച്ചിയുടെ വക ഒരു ഗിഫ്റ്റായിരുന്നു അത്. പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ബുക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചെറിയൊരു വാട്ടർ ബോട്ടിലും കുഞ്ഞൊരു സ്നാക്ക് ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗിനകത്താണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നേരത്തെ റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ജോക്കൂട്ടൻ ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറയുടെ ഡ്രസ്സിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്. സാറയ്ക്ക് അത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. മഴയും കാറ്റും വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ റംബൂട്ടാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ റംബൂട്ടാൻ പൊഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, എന്താ കാരണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് സൺഡേ ക്ലാസ്സിലോട്ട് പോവുകയാണ്. കുർബാന കഴിഞ്ഞിട്ടാണ് സൺഡേ ക്ലാസ്. അപ്പോൾ അന്നമോൾക്കും ജോക്കുട്ടും സ്കൂളിൽ പോകാനേ വലിയ താല്പര്യമില്ല. സൺഡേ ക്ലാസ് മാത്രമല്ല, സ്കൂളിൽ പോകാനേ താല്പര്യമില്ല. 2 മാസം സമയം വെക്കേഷൻ കിട്ടിയിട്ടും അത് തികയുന്നില്ലെന്നാണ് പറഞ്ഞത്. 2 മാസം പെട്ടെന്ന് പോയെന്ന്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. 2 മാസം പെട്ടെന്ന് പോയിട്ടുണ്ട്. സാർക്ക് പിന്നെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ സ്കൂൾ എന്നാൽ തുറക്കുന്നതെന്ന് ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് സാറയ്ക്ക് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ മഴയൊക്കെ മാറിയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്ത്. പിന്നെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് മഴയൊന്ന് തൂളുന്നുണ്ടായിരുന്നു കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് ഞങ്ങൾ വേദപാഠത്തിന് പോയത്. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ ലൈൻ നിർത്തി പിള്ളേരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് ഫുൾ ടൈം ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു അറ്റൻഡൻസ് ഒക്കെ എടുത്ത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ തിരിച്ചു വിട്ടായിരുന്നു. അപ്പോൾ സാറ് നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.